ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ. Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14-നാണ് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. साथियों, यह अभियान केवल एक रिकॉर्ड बनाने तक सीमित नहीं है, बल्कि यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है. ജൂൺ 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ, സ്വിറ്റ്സർലൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവോയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ, വടക്കാഞ്ചേരി, മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് EDയുടെ ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതിവിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.